അതിനിടെ മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. 24 ഈ വാർത്ത പുറത്തുവിടുകയാണ്. യുവാവിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി ഉയർന്നിരിക്കുന്നു. ചെങ്ങര സ്വദേശി അൽഫയാദിനെയാണ് കാണാതായത്. മകൻ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും മൊഴിയെടുക്കുന്നത് പോലും പോലീസ് വൈകിപ്പിച്ചുവെന്നും അമ്മ സെലീന പറഞ്ഞു. കേൾക്കാം. ശേഷം അവൻ തിരിച്ചു വരുന്ന സമയത്താണ് അവൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 11:30 സമയത്ത് അവന് ഈ വണ്ടിയിൽ നിന്ന് വേറെ വണ്ടിക്കാർ വന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആള് കണ്ടത്. 4 ആള് വണ്ടിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വണ്ടിന്റെ നമ്പർ ഞങ്ങൾക്ക് വിട്ട് തന്നിട്ടുണ്ട്. ഇന്നോവ വണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടണം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ആരാണിതിന് പിന്നിൽ എന്നൊക്കെയുള്ളതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? കുടുംബത്തിന് പറയാനുള്ളത് എന്താണ്? അനുജ, ഇന്നലെ രാത്രി ഏതാണ്ട് 11:30-നും 12-നും ഇടയിലാണ് ഈ യുവാവിനെ മുഹമ്മദ് അൽ ഫയാദ് എന്ന 21-കാരനെ 4 പേരടങ്ങുന്ന ഒരു സംഘം, ഇന്നോവ കാറിലെത്തിയ 4 പേരടങ്ങുന്ന ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഈ കാറിലെത്തിയ സംഘം ഫയാദ് സഞ്ചരിച്ചിരുന്ന കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. ആ കാറിന് കുറുകെ അവരുടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുകയും തുടർന്ന് ഈ അൽഫയാദിനെ കാറിൽ നിന്ന് ഇറക്കി അവരുടെ ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു. ഈ സംഭവം കണ്ട അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ മഞ്ചേരി പോലീസിനെ വിവരം അറിയിച്ചു. മഞ്ചേരി പോലീസ് തുടർന്ന് അൽഫയാദിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഫയാദ് വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഈ കാറിൽ നിന്ന് ഇയാളുടേതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ, ഇപ്പോൾ വാച്ച് അടക്കം ചെരുപ്പും ഒക്കെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ആ കാറ് എത്തിച്ചിരിക്കുകയുമാണ്. 21 വയസ്സ് മാത്രമാണ് യുവാവിന് പ്രായം. പ്രത്യേകിച്ച് ജോലികളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഈ വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് മുൻപ് ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ജോലിയൊന്നും തന്നെ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് തർക്കങ്ങളിലോ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു അടിപിടി കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള കേസുകളോ ഒന്നും തന്നെ ഇയാളുടെ പേരിലില്ല. പിന്നെ എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പോലീസ് എന്തായാലും ഈ കേസിന്റെ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രദേശത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് കരുതപ്പെടുന്ന പ്രദേശത്ത് CCTV ക്യാമറ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് അറിയാവുന്ന 4 പേരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഈ യുവാവിന്റെ ബന്ധുക്കൾ സംശയിക്കുന്നത്. ഈ ആളുകളുടെ പേരുകളടക്കം ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മഞ്ചേരി പോലീസ് ഈ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ യുവാവിനെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആശങ്കയിലാണ്. മഞ്ചേരിയിൽ യുവാവിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. ചെങ്ങര സ്വദേശി അൽഫയാദിനെ കാണാതായിരിക്കുന്നു. 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അവർക്ക് അറിയാവുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിനെതിരെ ചില പരാതികൾ കുടുംബത്തിനുണ്ട്. പക്ഷേ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. CCTV ദൃശ്യങ്ങളൊന്നും നിലവിലില്ല എന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.